ഒമാനിലെ സുഹാറിൽ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഒമാൻ നവോത്ഥാനത്തിന്റെ കരുത്തനായ അമരക്കാരൻ സയ്യിദ് ഫഹദ് ബിൻ മഹ്മൂദ് അൽ സയ്യിദ് വിടവാങ്ങി. കസബ് ആകാശപരിധിയിൽ ഡ്രോൺ ആക്രമണം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാനിലെ സുഹാറിൽ ഡ്രോൺ ആക്രമണത്തിൽ 2 പ്രവാസി തൊഴിലാളികൾ മരിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. സുഹാർ സനായയിൽ വെള്ളിയാഴ്ച രാവിലെ 2 ഡ്രോൺ ആക്രമണങ്ങളായിരുന്നു നടന്നത്. അൽ അഹി ഇൻഡസ്ട്രിയൽ സോണിൽ ലേബർ ക്യാമ്പിന് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 2 പ്രവാസികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുറസായിടത്തായിരുന്നു രണ്ടാമത്തെ ഡ്രോൺ വന്നു പതിച്ചത്. ആർക്കും പരിക്കില്ല. ഇരു ആക്രമണങ്ങളെക്കുറിച്ചും ബന്ധപ്പെട്ട അതോറിറ്റികൾ അന്വേഷണം തുടരുകയാണ്. ഒമാൻ സുൽത്താനേറ്റിന്റെ ആധുനിക ചരിത്രത്തിലെ സുപ്രധാന അധ്യായത്തിന് വിരാമം. 5 പതിറ്റാണ്ടിലേറെ നീണ്ട ഒമാന്റെ നവോത്ഥാന കുതിപ്പിന് കരുത്തു പകർന്ന സയ്യിദ് ഫഹദ് ബിൻ മഹ്മൂദ് അൽ സയ്യിദ് വിടവാങ്ങി. 56 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിലൂടെ ഭരണരംഗത്തും നയതന്ത്ര മേഖലയിലും മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. ഒമാൻ മന്ത്രിസഭാ കൗൺസിൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു. 1970-ൽ അന്തരിച്ച സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒമാന്റെ ആധുനിക വികസന പ്രക്രിയയിൽ തുടക്കം മുതൽ സയ്യിദ് ഫഹദ് സജീവമായിരുന്നു. 1971-ൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഡയറക്ടറായി തുടക്കം. പിന്നീട് ഇൻഫർമേഷൻ സാംസ്കാരിക മന്ത്രി, നിയമകാര്യ ഉപപ്രധാനമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി മന്ത്രിസഭാ കൗൺസിൽ ഉപപ്രധാനമന്ത്രി എന്ന നിലയിൽ ഒമാന്റെ ഭരണപരമായ നട്ടെല്ലായി അദ്ദേഹം നിലകൊണ്ടു. ശാന്തമായ പെരുമാറ്റമായിരുന്നു സയ്യിദ് ഫഹദിന്റെ സവിശേഷത. GCC രാജ്യങ്ങളിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്ന അദ്ദേഹം അന്താരാഷ്ട്ര വേദികളിൽ ഒമാന്റെ ശബ്ദമായിരുന്നു. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി കൗൺസിൽ അധ്യക്ഷനായും റോയൽ ഓപ്പറ ഹൗസ് മസ്കത്തിന്റെ സുപ്രീം കമ്മിറ്റി തലവനായും ഒമാന്റെ വൈജ്ഞാനിക സാംസ്കാരിക മാറ്റങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഇന്ത്യയുമായുള്ള ഒമാന്റെ ബന്ധം ദൃഢമാകുന്നതിൽ സയ്യിദ് ഫഹദ് വലിയ പങ്ക് വഹിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സന്ദർശിച്ചപ്പോഴും അദ്ദേഹത്തെ സ്വീകരിക്കാൻ നേരിട്ടെത്തിയത് സയ്യിദ് ഫഹദ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഒമാൻ ജനതയ്ക്കൊപ്പം പ്രവാസി മലയാളികളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. സൗമ്യമായ പെരുമാറ്റ രീതിയും ദീർഘവീക്ഷണമുള്ള ഭരണശൈലിയും കൊണ്ട് ലോക നേതാക്കളുടെ ഇടയിൽ ശ്രദ്ധേയനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഒമാന്റെ ആധുനികവൽക്കരണത്തിൽ സയ്യിദ് ഫഹദ് ബിൻ മഹ്മൂദ് അൽ സയ്യിദ് നൽകിയ സംഭാവനകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. മുസന്തം ഗവർണറേറ്റിലെ ഖസബിലെ ആകാശപരിധിയിൽ പ്രവേശിച്ച ഒരു ഡ്രോൺ ഒമാൻ സുരക്ഷാ സേന തകർത്തു. സംഭവത്തിൽ ആളപായമോ വസ്തുനാശമോ ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട സേനകൾ തങ്ങളുടെ മേഖലകളിൽ തുടർച്ചയായി പരിശ്രമിക്കുന്നുണ്ടെന്നും ഒമാൻ സുരക്ഷിതവും സമാധാനപരവുമായ രാജ്യത്തെ നിലനിർത്താൻ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ബുധനാഴ്ച സലാല തുറമുഖത്തിന് നേരെയും ദുഃഖം തുറമുഖത്തിന് നേരെയും ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. നൈറ്റ് ചലഞ്ചേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് റമദാൻ കപ്പ് സംഘടിപ്പിച്ചു. ഫൈനലിൽ ഫിറ്റ്നസ് 11 20 റൺസിന് പരാജയപ്പെടുത്തി SIGCC സുഹാർ കിരീടം നേടി. 8 ടീമുകൾ മത്സരിച്ചു. വിജയികൾക്കുള്ള മെഡലുകളും ട്രോഫികളും ക്ലബ് പ്രസിഡന്റ് ഫഹദ് SKP, സെക്രട്ടറി ഷബീർ, ട്രഷറർ തസ്ഫീഖ് എന്നിവർ സമ്മാനിച്ചു. മികച്ച താരം, ബാറ്റ്സ്മാൻ എന്നീ ട്രോഫി റാണ ത്വാഹയും ബൗളർക്കുള്ള ട്രോഫി ഖൈസർ ബൈഖും നേടി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.